of AEC for Commerce and Management. That is How to Take the BS Out of Business Speak by Bob Wiltfong. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ലിസ്ണിംഗ് പാർട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു ടെഡ് ടോക്കാണ്. ഈ ടെഡ് ടോക്ക് പറയുന്നത് ബോബ് വിൽഫോഗ് ആണ്. ഹീസ് എൻ അമേരിക്കൻ ആക്ടർ ആൻഡ് എ കൊമേഡിയൻ ആൻഡ് ഹീ റൺസ് ദ ഷോ കോൾ ദ ഡെയിലി ഷോ ആൻഡ് ഹീസ് ഓൾസോ എ ന്യൂസ് കാസ്റ്റർ ഫോർ 10 years. ഓക്കെ, അപ്പോൾ ആൾ പറയുന്നത് BS എങ്ങനെയാണ് ബിസിനസ് സ്പീക്കിൽ നിന്ന് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അതായത് ഈ ടോക്ക് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് ബിസിനസ് സ്പീക്ക് എന്നുള്ളതിനകത്ത് BS എന്ന് പറഞ്ഞാൽ എന്താണ്. BS is a jargon or terminology commonly used in business environment. ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ, അതായത് ഒരു ഓഫീസിലോ അതുപോലുള്ള സാഹചര്യങ്ങളിലോ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇത് എത്രത്തോളം റെലവൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ബോബ് വിൽട്ട്ഫോഗ് ഇതിനകത്ത് പറയുന്നത്. ഹി ഈസ് ഗിവിങ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ വേർ ഹി ഈസ് ആസ്കിങ് ഹിസ് സൺ. ആൾ വൈകിപ്പോയി, അപ്പം നമുക്ക് പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആളത് അതേ സിറ്റുവേഷൻ ഓഫീസിലാണെങ്കിൽ എങ്ങനെ പറയും എന്ന് പറയാണ്. അപ്പം ഹി ആസ് ഹിസ് സൺ, ഇറ്റ്സ് ടൈം ടു ഗോ, ആർ യു റെഡി? ഇഫ് ഹി ഈസ് ആസ്കിങ് ഇറ്റ് in his office, he would say, is it scalable? You can give me baseline ETA on departure. So here he is mentioning a business speak or a BS, that is ETA, that is the estimated time of arrival, that is the time at which a person, vehicle or shipment is expected to reach its destination. ഓക്കെ, അപ്പോൾ ആൾ പറയുന്നത് ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ മാറും എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനെ പറ്റിയാണ്. ഷീസ് എ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഇൻ എ ബിഗ് ഓർഗനൈസേഷൻ വേർ ഹി കെയിം ടു ലിസൺ ടു ഹർ കോൺവെർസേഷൻ. അല്ലെ, ഒരു കോൺഫറൻസ് കോളിൽ ആളുടെ വൈഫ് സംസാരിക്കുന്ന ആൾ കേൾക്കുകയുണ്ടായി. അതിനകത്ത് പുള്ളിക്കാരത്തി യൂസ് ചെയ്യുന്ന 3 phrases ഉണ്ട്. The first one is boil the ocean, the second one is tiger team, and the third one is SWOT analysis. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ബോബിനെ സംബന്ധിച്ചിടത്തോളം he is not familiar with it, but after the conference she is trying to explain it, but he find it very funny. അപ്പോൾ ആദ്യം boil the ocean എന്താണെന്ന് നമുക്ക് നോക്കാം. boil the ocean എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് overly ambitious, അതിനെയാണ് നമ്മൾ ബോയിൽ ദ ഓഷൻ എന്ന് പറയാം. ടൈഗർ ടീം എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് അസെംബിൾ ടു വർക്ക് ഓൺ എ സ്പെസിഫിക് പ്രോബ്ലം, അതിനെയാണ് നമ്മൾ ടൈഗർ ടീം എന്ന് പറയുക. SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. SWOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ S സ്ട്രെങ്ത്, W വീക്ക്നെസ്, അല്ലേ, O ഓപ്പർച്യൂണിറ്റി ആൻഡ് T ത്രെറ്റ്. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. അങ്ങനെ അതിനെപ്പറ്റി ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ ഹീ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷി വാസ് ട്രൈങ് ടു സേ. സോ അങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ സ്പീച്ച് എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കുറേ അബ്രിവേഷൻസ് ആൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ BS, ഓരോരോ BSകളാണ്. അതിനകത്ത് ആൾ പറയുന്ന മറ്റൊരു BS എന്ന് പറയുന്നത് CTA എന്നുള്ളതാണ്. ദാറ്റ് ഇസ് കോൾ ടു ആക്ഷൻ, DIY ഓർ ഡു ഇറ്റ് യുവർ സെൽഫ്. പിന്നെ ആൾ പറയുന്നത് ടെഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ഇപ്പോൾ ടെക്നോളജി, എൻ്റർടൈൻമെൻറ്റ്, ഡിസൈൻ എന്നുള്ളതാണ്. പിന്നെ യൂസിങ് USP, ദാറ്റ് യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. ആളിങ്ങനെ പറയുന്നുണ്ട് ദാറ്റ് എല്ലാവർക്കും ഈസി ആയിട്ട് ഇത് മനസ്സിലാവണമെന്നില്ല, പക്ഷേ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ബീയിങ് വെരി കോമൺലി യൂസ്ഡ് ഇൻ എ ബിസിനസ് സ്പീക്ക്. അതിന് ഉദാഹരണമായിട്ട് ആൾ പറയുന്നുണ്ട് ദർ ആർ 3 ways ഹൗ ടു ടേക്ക് ദ BS ഔട്ട് ഓഫ് ബിസിനസ് സ്പീക്ക്. 3 വഴിയിലൂടെ നമുക്ക് BSന് ബിസിനസ് സ്പീക്കിൽ നിന്ന് പുറത്തു കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ ക്രൗഡിനോട് ചോദിക്കുന്നുണ്ട് ദാറ്റ് ആൾ പറയുന്ന ഒരു അബ്രിവേഷൻ എല്ലാവർക്കും ഫെമിലിയർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എബിറ്റഡ. എബിറ്റഡ മീൻസ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സസ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്നുള്ളതാണ്. പക്ഷേ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ദേ വർ നോട്ട് ഫെമിലിയർ വെൻ ഹി എക്സ്പ്ലെയിൻ ദിസ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ആൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയുന്നുണ്ട്. എബിറ്റഡ എന്ന് പറയുന്നത് ഇൻകം ബിഫോർ യു അപ്ലൈ അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് റൈറ്റപ്സ് എന്നുള്ളതാണ്. അപ്പോൾ ആൾ പറയുന്നത് ഒരേ കാര്യം തന്നെ വെൻ യു ആർ യൂസിങ് BS, എക്സാക്ട് BS, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. സോ അത് എത്രത്തോളം എളുപ്പമായിട്ട് പറയാൻ പറ്റുമോ അങ്ങനെ പറയണം എന്നുള്ളതാണ് ആൾ ഇൻഡയറക്റ്റ്ലി പറയുന്നത്. അതിനുശേഷം ആൾ പറയുന്നുണ്ട് ദാറ്റ് BS എന്ന് പറയുന്നത് ഒരുപാട് കോമൺ അല്ലാത്തൊരു കാര്യമാണ്. കാരണം ആളും ആളുടെ ഒരു പാർട്ട്ണറും ചേർന്ന് ഹി ഹാഡ് മെയ്ഡ് എ കമ്പൈലേഷൻ ഓഫ് 300 ബിസിനസ് വേർഡ്സ്. അപ്പോൾ അതിനകത്ത് വെൻ ദേ വർ ലുക്കിംഗ് അറ്റ് ദ ഹിസ്റ്ററി ദേ കുഡ് സീ ദാറ്റ് ദീസ് ടേംസ് വർ മെയ്ഡ് ബൈ എ ബഞ്ച് ഓഫ് എലൈറ്റ് മെൻ ഹു വർ വൈറ്റ് ഗൈസ്. അപ്പം അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ജോൺ D. റോക്ക്ഫെല്ലർ ആൻഡ് ആൻഡ്രൂ കാർണീജ് ഒക്കെയാണ്. സോ ദീസ് പീപ്പിൾ വർ ലൈക്ക് പ്രോമിനൻറ്റ് അമേരിക്കൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ഫിലോന്ത്രാപ്പിസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേജർ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാവുന്ന വേർഡ്സാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ
അവരുടെ ഒരു ഇമ്മൻസ് വെൽത്തും ഇൻഫ്ലുവൻസും കൊണ്ട് അവരുടെ ഇൻഡസ്ട്രിയിൽ അവർ വളരെ സോളിഡായിട്ടുള്ള ആളുകളാണ്. അപ്പം ദ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ദീസ് പീപ്പിൾ ഹാവ് ക്രിയേറ്റഡ് അതാണ് പിന്നീട് BSൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നിട്ടുള്ളത്. അപ്പോൾ ആൾ പറയുന്ന മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 90% ഓഫ് Fortune 500 CEO എടുത്ത് നോക്കിയാൽ എല്ലാവരും വൈറ്റ് ഗൈസ് ആണ്. അപ്പം അവരുടെ ലാംഗ്വേജാണ് പിന്നീട് BS ആയിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ആൾ പറയുന്നത്. ഓക്കെ, അപ്പം അതിനുശേഷം ആൾ വീണ്ടും ആളുടെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻ്റാണ് പറയുന്നത്. ഹീസ് ഡിസ്കസിങ് അബൌട്ട് വൺ ഓഫ് ഹിസ് ഫ്രണ്ട് കോൾഡ് എമിലി. ഷീ വർക്ക്സ് ഇൻ എ തിയേറ്റർ കമ്പനി ഹു ഡസ് എ കീനോട്ട് അഡ്രസ് ഫോർ കോൺഫറൻസസ്. അപ്പം ആളങ്ങനെ അതിന് ഒരു ബിഗ് മീറ്റിങ്ങിന് പോവുകയാണ് ആദ്യത്തെ വിത്ത് എൻ ഓയിൽ കമ്പനി വെയർ ദേ ഹാഡ് 5 men who were having a conversation with her. പക്ഷെ what happened in the conversation is that these people started talking in BS. Okay, so she find it very difficult to process what they were trying to speak. അങ്ങനെ അതിനെപ്പറ്റി അദ്ദേഹം ബോബും എമിലിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവർ 3 പോസിബിലിറ്റിയാണ് കാണുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് they didn't know എനിത്തിങ് ബെറ്റർ എന്നുള്ളതാണ്. കാരണം ഇവർക്ക് അവരുടെ ലാംഗ്വേജിൽ അത്രയും പ്രാഗൽഭ്യം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേറൊരു രീതിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് റോബിൻ ഹൊഗർത്ത് പറയുന്നത് പോലെ ദ കേഴ്സ് ഓഫ് നോളേജ് ആണ്. കാരണം അവർക്കത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതിൽ കുറഞ്ഞൊരു രീതിക്ക് അവർക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാവാം എന്ന് ബോബ് പറയുന്നുണ്ട്. രണ്ടാമത്തൊരു പോസിബിലിറ്റി ബോബ് പറയുന്നത് ദേ വോണ്ട് പാസ് ഔട്ട് ഫ്രം ഹൗ മച്ച് ഷീ ന്യൂ അബൌട്ട് ദ ബിസിനസ്. അല്ലേ, ഇൻസ്റ്റെഡ് ഓഫ് എമിലിയോട് നേരിട്ട് നിനക്ക് എന്തോരം ഇതിനെപ്പറ്റി അറിയാമെന്ന് ചോദിക്കുന്നതിന് പകരം ഇവരത് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ പോസിബിലിറ്റി ബോബ് പറയുന്നത് ദേ വർ ജസ്റ്റ് ജേർക്സ്, അതുകൊണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ എമിലി അതിനോടാണ് യോജിക്കുന്നത്. കാരണം എമിലിയുടെ ഓഫീസിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മെയിൽ കൊളീഗുമായിട്ട് ആ മീറ്റിങ്ങിൽ പിന്നീട് പ്രൊസീഡ് ചെയ്യുമ്പോൾ അവർ BS ഒക്കെ ഒഴിവാക്കി നേരെ കോൺവെർസേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സോ ഹൗ എന്താ പറയുക ഇൻകൺവീനിയൻറ്റ് ഇറ്റ് ഇസ് എന്നുള്ളതിനെ പറ്റി മെൻഷൻ ചെയ്യാനാണ് ആളിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറയുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് പോയിൻറ്റ് ദാറ്റ് ഹി ഈസ് മെൻഷനിങ് റിഗാർഡിങ് ഹൗ ടു ടേക്ക് ദ BS ഔട്ട് ഓഫ് ബിസിനസ് സ്പീക്കേഴ്സ്, യൂസ് BS ടു ബി ഇൻക്ലൂസീവ് ബട്ട് നോട്ട് എക്സ്ക്ലൂസീവ്. അല്ലേ, എല്ലാവർക്കും മനസ്സിലാവാനായിരിക്കണം നമ്മൾ BS ഉപയോഗിക്കേണ്ടത്, അല്ലാതെ എക്സ്ക്ലൂസീവായി നിൽക്കാനല്ല എന്നുള്ളതാണ്. അദ്ദേഹം അതിന് ശേഷം ആൾ നടത്തുന്ന ഒരു ഷോ, അതായത് ന്യൂസിനെയൊക്കെ സറ്റാറിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഷോയിൽ ആളൊരു അക്കൗണ്ടൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. ആ ഇൻ്റർവ്യൂവിലെ കോൺവെർസേഷനകത്ത് ഹി യൂസ് ദിസ് ടേം കോൾ ഡി മിനിമസ്. ഓക്കെ, സോ ഇതിനകത്ത് ബോബ് ഓഡിയൻസിനോട് ചോദിക്കുന്നുണ്ട് എത്രത്തോളം ആളുകൾക്ക് ഈ വാക്ക് അറിയാമെന്നുള്ളത്. അപ്പം അങ്ങനെ അറിയുന്നതായിട്ട് ആരും പറയുന്നില്ല. അപ്പോൾ ബോബ് പറയുന്നത് എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ അക്കൗണ്ടൻറ്റിനോട് ചോദിച്ച സമയത്ത് വാട്ട് ഹി സെഡ് വാസ് ഇറ്റ് മീൻസ് ഇൻസിഗ്നിഫിക്കൻറ്റ്, അല്ലെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ബോബ് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ളത്. അപ്പം അത് ഹി ഹാവ് സീൻ പീപ്പിൾ ഡൂയിങ് ഇറ്റ് ബിഗ് രീതിക്കാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ഈ സ്പീക്കേഴ്സ് ബോധേർഡ് അല്ല. ഈസ് ഓൾസോ മെൻഷനിങ് അനദർ ഇൻസിഡൻറ്റ്. വൺ ഓഫ് ഹിസ് ഫ്രണ്ട്, ഷീ ആക്ച്വലി വർക്ക്സ് വിത്ത് കുറേ സീനിയർ ബോസുകൾ. ദേ യൂസ് ക്ലീഷേ BS. ഓക്കെ, അപ്പോൾ വാട്ട് ഷീ ഡിഡ് വാസ് she made a homemade bingo card where instead of numbers she replaced it with phrases of BS. അപ്പോൾ ഓരോ തവണ കളിക്കുമ്പോഴും she could actually remember those phrases എന്നുള്ളതാണ്. അപ്പം ആളിവിടെ പറയുന്ന സെക്കൻഡ് പോയിൻറ്റ് ദാറ്റ് ഈസ് to take the BS out of business speakers, express fresh ideas without using stale business cliche എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. നമുക്കിപ്പം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഷേക്സ്പിയർ എന്ന് പറയുന്നത്. ആളുകൾ വളരെ ഫെമിലിയർ ആയിരിക്കും ഷേക്സ്പിയറും ആയിട്ട്. ആളുടെ ടെക്സ്റ്റിനകത്തുള്ള വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും തന്നെ ഇറ്റ് ഈസ് ഈസി ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഹിസ് വർക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ട് ആൾ പറയുന്നുണ്ട് ഹി യൂസസ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫിക്കൻ്റ്ലി നത്തിങ്, which is a phrase in Shakespeare's one of the famous texts called Macbeth. അപ്പം സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫിക്കൻ്റ്ലി നത്തിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീനിങ്ലെസ് ആൻഡ് ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അതിനകത്ത് ഒരുപാട് നോയ്സും കൊമോഷനും ഇമോഷണൽ ഔട്ട്ബസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ അതിനകത്ത് കാര്യമായിട്ട് സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫിക്കൻ്റ്ലി നത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ആൾ പറയുന്ന
വേറൊരു വേർഡ് എന്ന് പറയുന്നത് വൈൽഡ് ഗൂസ് ചേസ് എന്നുള്ളതാണ്. വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂട്ടൈൽ ഓർ ഹോപ്പ്ലെസ് പെർസ്യൂട്ട് ഓഫ് സംതിങ് അൺഅറ്റൈനബിൾ എന്നുള്ളതാണ്. Okay, so we are using our energy or wasting our energy for something that we will not be able to attain. The next phrase that he uses is break the ice. That is നമുക്കറിയാം ബ്രേക്കിംഗ്, നമുക്ക് ഐസ് ബ്രേക്കിംഗ് എന്നുള്ളത് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫ്രേസ് ആണല്ലേ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യേറ്റിംഗ് എ കോൺവെർസേഷൻ ഇൻ എ സോഷ്യൽ സെറ്റിംഗ് ഓർ ഡു സംതിങ് to relieve tension and create a more relaxed atmosphere. അതിനുശേഷം ആൾ മെൻഷൻ ചെയ്യുന്ന അടുത്തൊരു ഫ്രേസ് എന്ന് പറയുന്നത് ഇൻ എ പിക്കിൾ എന്നാണ്. ഇൻ എ പിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ബി ഡിഫിക്കൾട്ട്, പ്രോബ്ലമാറ്റിക് ഓർ ചാലഞ്ചിങ്. നമുക്ക് ഇമ്മീഡിയറ്റ്ലി ക്ലിയർ ആവാത്ത അല്ലെങ്കിൽ ഒരു ഡിലേമയൊക്കെ ഉണ്ടാവുന്നതിനെയാണ് നമ്മളങ്ങനെ പറയാം. അപ്പോൾ ആൾ പറയുന്നത് ഇപ്പം ഷേക്സ്പിയറിയൻ ടെക്സ്റ്റുകളിൽ നിന്ന് റെഫറൻസ് എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ അതിനുശേഷം ആൾ പറയുന്നുണ്ട് ഐ വിൽ ഗിവ് യു സം മോർ എക്സാമ്പിൾ വേർ അതിൻ്റെ കോണ്ടെക്സ്റ്റ് വെച്ച് നിങ്ങൾക്കത് ഏത് നിന്നാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ആൾ ചോദിക്കുന്നത്. അതിനകത്ത് വരുന്നതാണ് സ്വിങ് ഫോർ ദ ഫെൻസസ്, ഔട്ട് ഓഫ് ലെഫ്റ്റ് ഫീൽഡ്, റെയിൻ ചെക്ക്, ഓഫ് ബേസ്, പിഞ്ച് ഹിറ്റർ. അപ്പോൾ അത് ഓഡിയൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ദാറ്റ് ദീസ് ഫ്രേസസ് ആർ ഫ്രം റെഫറൻസസ് ഓഫ് ബേസ്ബോൾ. ഓക്കെ, സ്വിങ് ഫോർ ദ ഫെൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ടേക്ക് എ ബോൾഡ് ഓർ അംബീഷ്യസ് ആക്ഷൻ ഓഫൻ വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് എ സിഗ്നിഫിക്കൻറ്റ് ഓർ ഇംപ്രസീവ് റിസൾട്ട്. ഓക്കെ, ഒരു മേജർ സ്റ്റെപ്പ് എടുക്കുവാണ്. അപ്പം അതായത് നമ്മളിപ്പം ക്രിക്കറ്റിലൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ സിക്സ് എടുക്കാൻ ശ്രമിക്കുന്നില്ലേ, ദാറ്റ് ദ പോസിബിലിറ്റി ഓഫ് അത് ക്യാച്ചായി മാറാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണെങ്കിലും പക്ഷെ നമുക്കൊരു ഹയർ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ സിക്സ് എടുക്കുന്ന റിസ്കിനെ അതുപോലെ തന്നെയാണ് ബേസ്ബോളിൽ സ്വിങ് ഫോർ ദ ഫെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത റെഫറൻസ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ലെഫ്റ്റ് ഫീൽഡ് എന്നാണ്. ദറ്റ് ഈസ് സംതിങ് സർപ്രൈസിങ്, അൺഎക്സ്പെക്റ്റഡ് ഓർ സീമിംഗ്ലി അൺറിലേറ്റഡ് ടു ദ കറൻറ്റ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, കറൻറ്റ് കോണ്ടെക്സ്റ്റ് നിന്നും വളരെ വ്യത്യസ്തമായി സംഭവിക്കുന്ന ഒരു കാര്യത്തെയാണ് ഔട്ട് ഓഫ് ലെഫ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. അടുത്തത് റെയിൻ ചെക്കാണ്. റെയിൻ ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് മഴയെ പറ്റിയാണ്. പക്ഷേ ഇതൊരു ബേസ്ബോൾ കോണ്ടെക്സ്റ്റ് പറയുന്നത് നമ്മളൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ മഴ പെയ്യുന്നതിനെ തുടർന്ന് റീസ്കെഡ്യൂൾ ചെയ്യാണ് ബിക്കോസ് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻ. പിന്നെ പറയുന്നത് ഓഫ് ബേസ് ആണ്. ഓഫ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ ഇസ് നോട്ട് സ്റ്റാൻഡിങ് ഓൺ വൺ ഓഫ് ദ ഫോർ ബേസസ് എന്നുള്ളതാണ്. പിഞ്ച് ഹിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറിനെയാണ് പിഞ്ച് ഹിറ്റർ എന്ന് പറയുക. അതിനുശേഷം ആൾ വീണ്ടും കുറച്ചുകൂടെ റെഫറൻസുകൾ പറയുന്നുണ്ട് ഫ്രേസസിൻ്റെ. എന്നിട്ട് ഇതിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യം പറയുന്നതാണ് ബ്ലൈൻഡ് ലീഡിങ് ദ ബ്ലൈൻഡ്, ബൈ ദ സ്കിൻ of your teeth, fly in the ornament, and writing is on the wall. ഈ മൂന്ന് ഫ്രേസസ് എന്ന് പറയുന്നത് ബിബ്ലിക്കൽ റെഫറൻസ് ആണ്. ബ്ലൈൻഡ് ലീഡിങ് ബ്ലൈൻഡ് എന്ന് പറയുന്നത് എന്താ, ഒരു അറിയാത്ത ആൾക്കാർ, ഇപ്പോൾ നമ്മൾ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ അൺഇൻഫോംഡ് person is trying to guide or advise others who are similarly lacking knowledge എന്നുള്ളതാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയില്ലേ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, ലൈക്ക് നാരോയിലി ഓർ ബെയർലി മാനേജിങ് ടു ഡു സംതിങ്, ഓഫൺ എസ്കേപ്പിംഗ് എ ഡിസാസ്റ്റർ ഓർ ഫെയിലിയർ ബൈ എ വെരി സ്മോൾ മാർജിൻ. ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a small flaw or problem that spoils or detracts from something that is otherwise perfect and pleasant. And the last one is writing is on the wall. Writing is on the wall എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളൊരർത്ഥത്തിലാണ്. എന്ന സമയത്ത് എല്ലാവരും, ഒരു ഗ്ലോബൽ എക്കണോമിയിലുള്ള എല്ലാവർക്കും ബേസ്ബോൾ റെഫറൻസോ ബൈബിൾ റെഫറൻസോ മനസ്സിലാവണമെന്നില്ല. അപ്പം അത് എത്രത്തോളം ഫെമിലിയർ ആക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന് എത്രത്തോളം എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നത്. അതിനുശേഷം അദ്ദേഹം അടുത്തൊരു ഫ്രേസ് പറയുന്നത് ഡ്രിങ്കിങ് ദ കൂൾ എയ്ഡ് എന്ന് പറയുന്ന യൂസേജ് എന്താണെന്ന് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആൾ പറയുന്നുണ്ട് ഒരു 1978 മെസക്കർ നടന്നിട്ടുണ്ട്, അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് അതേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ജിം ജോൺസ് എന്ന് പറഞ്ഞൊരു കൾട്ട് ലീഡറുണ്ട്. ആളുടെ ഫാൻസിനൊക്കെ ഒരു പോയ്സൺ ബീവറേജ് കൊടുക്കുകയും അങ്ങനെ ഒരു മാസ് സ്യൂസൈഡ് സംഭവിക്കുന്നുമുണ്ട്. അപ്പം അതിൽ നിന്നാണ് ആ ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ പേര് ഫ്ലേവറൈഡ് എന്നായിരുന്നു. അതിൽ നിന്നാണ് ഈ ഡ്രിങ്കിങ് ദ കൂളെയ്ഡ് എന്നൊരു യൂസേജ് വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഫ്രേസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരുടെ ചുറ്റുമുള്ള പ്രഷർ കാരണം നമ്മളൊരു കാര്യം
ചെയ്യാൻ പോവാണ്. ഈവൺ ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ഡു. ഇതിനകത്ത് തന്നെ സ്പീക്കർ പറയുന്നൊരു എക്സാമ്പിൾ, എല്ലാവരും കാല് ടാപ്പ് ചെയ്യുമോ നിങ്ങൾക്കത് അറിയുമെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യണമെന്നില്ലെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യുന്നൊരവസ്ഥയാണ് ഡ്രിങ്കിങ് ദ കൂളേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ആൾ പറയുന്ന മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പിഗ്ഗി ബാക്ക് ആണ്. പിഗ്ഗി ബാക്ക് എന്ന് പറയുന്നത് ശരിക്കും പിക്ക് ബാഗ് അല്ലെങ്കിൽ പിക്ക് പാക്ക് ആയിരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, പിഗ്ഗി ബാഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യാരി ഓർ ട്രാൻസ്പോർട്ട് സംതിങ് ഓർ സമ്മൺ ഓൺ ദ ബാക്കാണ്. പക്ഷേ അത് കോമൺലി എന്ത് ചെയ്തു, ഇറ്റ് ചേഞ്ച് ടു അല്ലെങ്കിൽ മിസ്പ്രൊനൗൺസ് ടു പിഗ്ഗി ബാഗ്. അതിനുശേഷം ആൾ പറയുന്നുണ്ട് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് വേ in which you can take the BS out of business speak എന്ന് പറയുന്നത് BS can get lost in translation എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനായിട്ട് ആളൊരു ഫ്രേസും അത് ഓരോ കൺട്രിയിൽ എങ്ങനെയാണ് ആളുകൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സോ ഇഫ് എ കമ്പനി ഈസ് ഇൻ ലോസ്, നമ്മൾ അമേരിക്കയിലാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് ബ്രോക്ക്. ഓക്കെ, ഇറ്റലിയിലാണെങ്കിൽ നമ്മൾ പറയും ഇൻ ദ ഗ്രീൻ. സ്പെയിൻ ആണെങ്കിൽ നമ്മൾ പറയും വിത്തൗട്ട് വൈറ്റ്. ഒരേ സിറ്റുവേഷനാണ്, പക്ഷെ ഓരോ കൺട്രിയിലും യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ പറയുന്ന മറ്റൊരു ഫ്രേസാണ് യു ആർ ഡൂയിങ് എ ഈസി ടാസ്ക് എന്നുള്ളത്. അമേരിക്കയിലാണെങ്കിൽ പറയും എ പീസ് ഓഫ് കേക്ക്. അല്ലെ, നമ്മളും യൂസ് ചെയ്യാറുള്ളതാണ് അല്ലേ, ദിസ് എ പീസ് ഓഫ് കേക്ക് എന്നുള്ളത്. ബട്ട് ഇഫ് യു ആർ ഇൻ ന്യൂസിലാൻഡ് ദേ വുഡ് സേ ബോബ്സ് യുവർ അങ്കിൾ. അതുപോലെ പറയുന്ന അടുത്തൊരു സിറ്റുവേഷൻ വെരി ഹാർഡ് ടാസ്ക് ദാറ്റ് വിൽ നെവർ ഹാപ്പൺ എന്നുള്ളത് അമേരിക്കയിലാണെങ്കിൽ പറയും ഓ ഇറ്റ് വിൽ ഹാപ്പൻ വെൻ പിഗ്സ് ഫ്ലൈ. If you are in Netherlands, you would say when the calf stands on the ice. If you are in Russia, you would say when a crayfish whistles from the mountain top. അപ്പോൾ ഇത് ഒരേ കാര്യമാണല്ലേ, ഓരോ രാജ്യങ്ങളിലാവുമ്പോഴും എന്ന് പറയുന്നുണ്ട് മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മളിതേ സിറ്റുവേഷൻ എങ്ങനെ പറഞ്ഞേനെ, കാക്ക മലർന്ന് വറക്കും എന്ന് പറയില്ലേ, അത് തന്നെയാണ്. ഓരോ നാട്ടിലും ഒരേ കോണ്ടെക്സ്റ്റ് ആണ്, പക്ഷെ ദ വേർഡ്സ് ദാറ്റ് ദേ യൂസ്. ആൻഡ് അനദർ സിറ്റുവേഷൻ ദാറ്റ് ഹി ഈസ് സേയിങ് ഈസ് ഫോർ യുവർ വർക്ക്. യു നീഡ് ഹെൽപ്പ് ഫോർ യുവർ വർക്ക്. സോ അത് ജപ്പാനിലാണെങ്കിൽ എങ്ങനെ പറയുമെന്ന് വെച്ചാൽ ഐ അഡോപ്റ്റ് ക്യാറ്റ് പോസ് എന്നുള്ളതാണ്. ഇതുപോലെ കുറേ ഫ്രേസസ് എക്സാമ്പിളായി പറഞ്ഞുകൊണ്ട് ആൾ വീണ്ടും റീകൺഫേം ചെയ്യാണ് ദ 3 things that one should keep in mind when they are using BS. That is, the first thing is that use BS to be inclusive but not exclusive. Second one is express fresh ideas without using stale business cliches. And the third and the last one is BS can get lost in translation എന്നുള്ളതാണ്. Okay, I hope it is clear. Thank you.